നമസ്കാരം. കോൺഗ്രസിനുള്ളിലെ തമ്മിത്തല്ലും കുത്തിത്തിരിപ്പും കണ്ട് ആകെ മനം മടുത്ത അവസ്ഥയിലാണ് നമ്മുടെ സോണിയാഗാന്ധി. ഈ സമയത്താണ് കൂടുമാറ്റത്തെക്കുറിച്ച്, അതായത് കൂടുമാറ്റത്തിനെ കുറിച്ചും കളം മാറലിനെ കുറിച്ചും സോണിയാഗാന്ധി ചിന്തിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നത്. ഇത് സോണിയാഗാന്ധിയുടെ, അതായത് പാർട്ടി ദിനപത്ര അധപ്പതനത്തിലേക്ക് കൂടി കൂപ്പുകുത്തുമ്പോഴാണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വരുന്നത് എന്ന കാര്യവും കൂടി ശ്രദ്ധേയമാണ്. സോണിയാഗാന്ധി ലണ്ടനിലേക്ക് താമസം മാറ്റാനുള്ള സാധ്യതകൾ പരിശോധിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ശക്തമാകുന്നതിനിടെയാണ് വൻ സ്വത്തുക്കളും ട്രസ്റ്റുകളും സംബന്ധിച്ച വിൽപത്ര ചർച്ചകൾ സജീവമായിരിക്കുന്നത്. നാഷണൽ ഹെറാൾഡ് പത്രവുമായി ബന്ധപ്പെട്ട കള്ളപ്പണ കേസിൽ കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ഈ കേസിൽ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും 2 പ്രതികളാക്കി കുറ്റപത്രം നൽകുകയും ഗാന്ധി കുടുംബത്തിനെതിരെ ആദ്യമായാണ് ഇഡി ഇത്തരത്തിലൊരു കുറ്റപത്രം ഫയൽ ചെയ്യുന്നത്. എന്തായാലും ഈ കേസിലെ നൂലാമാലകൾ ഒരു വശത്ത് നടക്കുമ്പോഴും അപ്പോഴാണ് മറ്റൊരു വാർത്ത, അതായത് സോണിയാഗാന്ധിയുടെ ഈ കളം മാറ്റൽ വാർത്തകൾ നിറയുന്നത്. വിവിധ രാഷ്ട്രീയ വശങ്ങൾ, അതായത് വിവിധ രാഷ്ട്രീയ വൃത്തങ്ങൾ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് സോണിയാഗാന്ധി ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരുമായും അഭിഭാഷകരുമായും ഒക്കെ കൂടിക്കാഴ്ച നടത്തി എന്നാണ് വിവരം. അതായത് കുടുംബ സ്വത്തുക്കളുടെയും കോൺഗ്രസ് അനുബന്ധ ട്രസ്റ്റുകളുടെയും ഭാവി സംബന്ധിച്ച് നിയമോപദേശങ്ങൾ തേടിയതായാണ് സൂചന. ഈ സ്വത്തുക്കൾ ഭൂരിഭാഗവും രാഹുൽ ഗാന്ധിയുടെ പേരിലേക്ക് കൈമാറാനുള്ള നീക്കമാണ് നടക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഈ തരത്തിലുള്ള വിവരങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഔദ്യോഗികമായ സ്ഥിരീകരണവും പുറത്തു വന്നിട്ടില്ല. അഖിലേന്ത്യാ കോൺഗ്രസ് ഭവൻ, വിവിധ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് ഭവനുകൾ, പാർട്ടി അനുബന്ധ ട്രസ്റ്റുകൾ എന്നിവയുടെ മൂല്യം സംബന്ധിച്ച് നേരത്തെയും രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇവയുടെ ഉടമസ്ഥയിലുള്ള ഭരണവും വ്യക്തിഗത കുടുംബത്തിന്റെ നിയന്ത്രണത്തിലേക്കാണോ എന്ന ചോദ്യവും വീണ്ടും കേന്ദ്രബിന്ദുവായി മാറുകയാണ്. ഇതിനിടയിലാണ് നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട നിയമ നടപടികളും രാഷ്ട്രീയ വൃത്തങ്ങളിൽ വൻ ചർച്ചയാകുന്നത്. എന്തായാലും കേസ് ഇപ്പോഴും കോടതികളുടെ പരിഗണനയിലാണ് എങ്കിലും തുടർ നടപടികൾ കടുപ്പത്തിലേക്ക് നീങ്ങുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ഈ വിഷയത്തിൽ അന്തിമ വിധി വന്നിട്ടില്ല എന്നും നിയമപരമായി എല്ലാ പക്ഷങ്ങൾക്കും നിരപരാധിത്വത്തിന്റെ അനുമാനം ബാധകമാണ് എന്നാണ് നിയമവിദഗ്ധരുടെ നിലപാട്. സോണിയാഗാന്ധി പൊതുജീവിതത്തിൽ നിന്നും മാറി വ്യക്തി ജീവിതത്തിലേക്ക് മാറാനുള്ള ആലോചനകളിലാണ് എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം നിയമ നടപടികളോടെ രാഷ്ട്രീയ സാഹചര്യങ്ങളോട് ബന്ധപ്പെടുത്തി വായിക്കുന്നതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ യാഥാർത്ഥ്യം. കോൺഗ്രസിന്റെ പാർട്ടിയും കുടുംബവും തമ്മിലുള്ള അതിരുകൾ വീണ്ടും ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഈ നീക്കങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമോ എന്ന് ഇനി കാത്തു നോക്കേണ്ടതാണ്. അതായത് ഇനി നമുക്ക് വന്ന് കാണേണ്ടതാണ്. കോൺഗ്രസ് നേതൃത്വത്തിന്റെ അകത്തളങ്ങളിൽ നടക്കുന്ന നീക്കങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിൽ ഗുരുതരമായ ചോദ്യങ്ങളാണ് എന്തുകൊണ്ടും ഇവയെല്ലാം ഉയർത്തുന്നത്. എന്നാൽ ഇനി സോണിയാഗാന്ധി രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിൽക്കുമോ എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെയും കിട്ടിയിട്ടില്ല. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വിളിച്ചു ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച